എല്ലാ പേർക്കും ലേഖ ക്രിയേഷൻസ് ഡൽഹിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയ ചിക്കൻ കറിയാണ്. ഇത് കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പുട്ടിനും എല്ലാം നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ചിക്കൻ ലെഗ്സ് ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് ചിക്കൻ ലെഗ്സ് തന്നെ വേണമെന്നില്ല, എല്ലാത്തരം ചിക്കൻ പീസും ഇതിന് ഉപയോഗിക്കാം. 1 കിലോ ചിക്കൻ കറിക്ക് ആവശ്യമായത് 4 വലിയ സവാള, 20 ചെറിയ വെളുത്തുള്ളി, 2 വലിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക്, 3 ടൊമാറ്റോസ്, പിന്നെ 250 ഗ്രാം ചെറിയ ഉള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിൽ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. സവാള കട്ടി കുറച്ച് നീളത്തിലരിഞ്ഞെടുക്കുക. ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ചിക്കൻ ഉപ്പൊക്കെ ഇട്ട് ഉരച്ച് 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഒരു കടായി സ്റ്റൗവിൽ വെച്ച് നല്ല ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും തരിതരിപ്പായിട്ട് അരച്ചതിന് ഇട്ട് ചെറിയ തീയിൽ മൂപ്പിക്കണം. അത് ഒത്തിരി തീയിട്ട് എളുപ്പം മൂത്താൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിട്ട് അതിന് ചെറിയ ചുവപ്പ് കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കുക. എണ്ണ ഏത് എണ്ണയായാലും നിങ്ങൾ ഉപയോഗിക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് നല്ലപോലെ ഇളക്കി ചെറിയ തീയിൽ മൂപ്പിക്കണം. ചെറിയ തീയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അത് തുടരെ ഇളക്കി മൂപ്പിച്ചെടുത്താൽ നല്ലത്. ഒരേപോലെ മൂത്ത് കിട്ടും, അല്ലെങ്കിൽ അവിടെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മസാലകൾ ഇടണം. അതിന് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂണ് ഗരം മസാല പൊടി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിന് ശേഷമാണ് ഈ ടൊമാറ്റോ ഇട്ടത്. ടൊമാറ്റോ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റി അത് നല്ല വഴണ്ട് കഴിയുമ്പോൾ ചെറിയ തീയിലാക്കി ഇടണം. ലോ ഫ്ലെയിമിലിട്ട് അത് നല്ലപോലെ വഴലണം. എന്ന് വെച്ചാൽ അത് എത്രത്തോളം ടൊമാറ്റോ വഴണ്ട് വരുമോ അത്രയും കറിക്ക് ടേസ്റ്റ് വരും. ടൊമാറ്റോ നല്ലപോലെ വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടണം. കൂടുതൽ കറിവേപ്പില ഇട്ടാൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അത്ര ഇട്ടുള്ളൂ. അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ലെഗ്സുകൾ ഇട്ട് മസാല യോജിപ്പിച്ച് എടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ പീസിലും മസാല നല്ലപോലെ യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലോ കെറ്റിലോ 2-3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലോട്ട് ഒഴിച്ച് അതിനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ച് 1/2 മണിക്കൂറോളം വേവിക്കണം. എടുത്ത് വെച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെക്കണം. ആദ്യം നമ്മൾ 2 ടൊമാറ്റോ ചേർത്തിട്ടുള്ളായിരുന്നു. 1 ടൊമാറ്റോ ഈ ചെറിയ ഉള്ളി വെട്ടുമ്പം അതിൻ്റെ കൂടെ വേണം ചേർക്കാൻ. 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ചിക്കനിലോട്ട് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് വയ്ക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഇട്ട് വഴറ്റണം. ചെറിയ ഉള്ളി ഒരു 10 മിനിറ്റ് നല്ലപോലെ വഴറ്റി കഴിഞ്ഞിട്ട് അതിലോട്ട് 1/2 സ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൽ 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇടണം. കാശ്മീരി മിർച്ച്. കൂടുതൽ എരി വേണ്ടവർക്ക് എരിയുള്ള മുളക് പൊടിയും ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ അരി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കളർ കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കാശ്മീരി മിർച്ച് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടൊമാറ്റോ കൂടി അരിഞ്ഞിട്ട് വഴറ്റി എടുക്കണം. 2 ടൊമാറ്റോ ആദ്യം ഉപയോഗിച്ചായിരുന്നു. ബാക്കിയുള്ള 1 ടൊമാറ്റോയാണ് ഈ ചെറിയ ഉള്ളിയുടെ കൂടെ വഴറ്റുന്നത്. അത് നല്ലപോലെ വഴണ്ടി കഴിയുമ്പോൾ ഇത് നമുക്ക് കറിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ ഇളക്കി അതിലും മസാലകളെല്ലാം നല്ല യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ കറി തയ്യാറാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണിത്. ഏത് ചിക്കൻ പീസായാലും ഇങ്ങനെ ഉണ്ടാക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻസും ഇടണം.